ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ടിപ്സ്. നമുക്ക് മൈദാമാവ് കൊണ്ട് ഒരു പൊറോട്ട തയ്യാറാക്കാം. ഒരു വെജിറ്റബിൾ കറിയും ഒരു കൊഞ്ച് റോസ്റ്റും, ഉണക്ക കൊഞ്ച് റോസ്റ്റ്. നല്ല ടേസ്റ്റാണ് പൊറോട്ടയും ഉണക്ക കൊഞ്ച് റോസ്റ്റും കൂടെ ചേർത്ത് കഴിച്ചാൽ. അപ്പം നമുക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് പൊറോട്ട തയ്യാറാക്കാം. നമുക്ക് ആദ്യം വേണ്ടുന്ന ഒരു 1/2 കിലോ മാവിനാണ് ചെയ്യുന്നത്. നമ്മളൊരു 50 ഗ്രാമോളം മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിതിൽ പൊടിയിൽ തൂകാൻ വേണ്ടിയിട്ട് ബാക്കിയെല്ലാം ചേർക്കുവാണ്. അപ്പോൾ ആദ്യം കുറച്ച് വെള്ളം, സാദാ പച്ചവെള്ളം, ഉപ്പും സോഡാപ്പൊടിയും ചേർക്കുന്നുണ്ട്. ചേർത്തിട്ട് നമുക്ക് കുറച്ച് മൈദാമാവ് നമുക്കിതിൽ ചേർത്ത് കുഴച്ചെടുക്കാം. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് സുപ്രീമിൻ്റെ മൈദാമാവാണ്. നല്ല ക്വാളിറ്റിയുള്ള മൈദാമാവാണ്. അപ്പോൾ നമുക്കത് കുറച്ച് വെള്ളം ചേർത്ത് ആദ്യം വെള്ളത്തിൽ ഉപ്പും സോഡാപ്പൊടിയും ചേർത്തിട്ട് നല്ലപോലെ കലക്കിയിട്ട് മാവ് ചേർത്ത് പിന്നെ വേണ്ടുന്ന വെള്ളം കുറച്ച് ചേർത്ത് കുഴച്ചെടുക്കാം. നമ്മുടെ ചപ്പാത്തി മാവിനെക്കാട്ടിലും കുറച്ചും കൂടെ ലൂസായിട്ടിരിക്കണം. നമുക്കിത് പെട്ടെന്ന് തന്നെ കുഴച്ചെടുക്കാം. കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് നല്ലപോലെ കുഴച്ചെടുക്കാം. വെള്ളത്തിൽ ഉപ്പും സോഡാപ്പൊടിയും ചേർക്കുന്നത് കൊണ്ട് വെള്ളത്തിൽ നല്ലപോലെ എല്ലാം അലിഞ്ഞ് ചേരും. അതിനുശേഷം നമ്മൾ മാവിട്ട് കുഴച്ചിട്ട് വീണ്ടും കുറച്ച് വെള്ളം വീണുന്നത് ഒഴിച്ചാൽ പെട്ടെന്നായിരിക്കും. കുറച്ച് പഞ്ചസാരയും ചേർത്ത് നമുക്ക് നല്ലപോലെ കുഴച്ചെടുക്കാം. പഞ്ചസാര ചേർക്കുന്നത് നമുക്കിത് നല്ലൊരു കളറിനും വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർക്കുന്നത്. മാവ് ഒരു വിധം കുഴച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് എണ്ണയും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പം നമ്മൾ മാവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു തുണി വെച്ചിട്ട് മൂടി ഒരു 2 മണിക്കൂർ 2.5 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്താൽ വയ്ക്കാം. നമ്മളിപ്പോൾ 2-2.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് മാവ് എങ്ങനെയെന്ന് നോക്കാം. നല്ലപോലെ മാവ് പൊങ്ങി നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കൊന്നുകൂടെ കുഴച്ചിട്ട് നമുക്ക് സേവനാഴി പിഴിഞ്ഞാണ് നമ്മൾ പൊറോട്ട ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്കത് 2-3 അത് ഉരുട്ടി മാറ്റി വയ്ക്കാം. നമ്മളൊരു ചപ്പാത്തി സിലിക്കോൺ മാറ്റിലാണ് നമ്മളിത് പിഴിഞ്ഞൊഴിക്കുന്നത്. അതിൽ കുറച്ച് എണ്ണയോ വെളിച്ചെണ്ണയോ ഏതെണ്ണയാലും ചേർക്കാം. നമ്മളിവിടെ എടുക്കുന്നത് വെളിച്ചെണ്ണയാണ്. അതിൻ്റെ കൂടെ നെയ്യും ചേർത്തിട്ടുണ്ട്. നമുക്കിങ്ങനെ പിഴിഞ്ഞ് എടുത്തതിന് ശേഷം എണ്ണ ചേർത്താലും മതിയാവും. ഇല്ലെങ്കിൽ നമുക്കിത് പിഴിയാൻ ബുദ്ധിമുട്ടാവും എണ്ണ ആദ്യമേ ചേർത്താം. അപ്പം നമുക്ക് ആദ്യം മാവെല്ലാം ഇതേപോലെ പിഴിഞ്ഞ് വയ്ക്കാം. നമുക്ക് ഒരു 1/2 കിലോ മാവിൽ കുറച്ച് 50 ഗ്രാം മാറ്റി വെച്ചതിന് ശേഷം ആണ് നമ്മൾ കുഴച്ചെടുത്തിരിക്കുന്നത്. ഇതേപോലെ ഒരു 10 പൊറോട്ട ഉണ്ടാക്കാനുള്ള മാവ് ഉണ്ടാവും. ഇതെങ്ങനെ നമ്മൾ ആദ്യം എണ്ണ തൊടാതെ തന്നെ അല്ലെങ്കിൽ പിഴിഞ്ഞെടുത്തതിന് ശേഷം എല്ലാം ഒരുമിച്ച് എണ്ണയും കുറച്ച് മാവും ചേർത്ത് ഇതിൻ്റെ ലെയർ ഒന്നും പോകാതിരിക്കണമെങ്കിൽ കുറച്ച് എണ്ണയും ചേർത്ത് മാവും ചേർത്ത് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് നമുക്ക് ചുരുട്ടി എടുത്ത് വയ്ക്കണം. ആദ്യം നമുക്കിതെല്ലാം പിഴിഞ്ഞ് വയ്ക്കാം. നമ്മൾ സേവനാഴി പിഴിയുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രസ് നല്ലപോലെ പ്രസ് ചെയ്ത് വരുന്നുണ്ട്. കുറച്ചും കൂടെ മാവ് സോഫ്റ്റ് ആവും. നമ്മൾ കയ്യിൽ എത്ര വെച്ച് കുഴച്ച് നമുക്ക് ശീലമില്ലാത്തതുകൊണ്ട് നമ്മൾ എത്ര സോഫ്റ്റാക്കി കുഴച്ചാലും ഇത്രയും സോഫ്റ്റ് ആവത്തില്ല. ഇതിൽ കൂടെ പ്രസ് ചെയ്ത് വീഴുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ സോഫ്റ്റ് ആവും. മാവെല്ലാം നമുക്ക് ഇങ്ങനെ പിഴിഞ്ഞെടുത്തതിന് ശേഷം പൊടിയും എണ്ണയൊക്കെ ചേർത്താൽ മതിയാവും. നമ്മളങ്ങനെ എല്ലാ മാവും പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിനി എല്ലാം ഒന്ന് ചുരുട്ടിയെടുക്കാം. നമ്മൾ ചുരുട്ടിയെടുക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് എണ്ണയും ചേർത്ത് കുറച്ച് പൊടിയും ചേർത്തതിന് ശേഷം ചുരുട്ടിയെടുക്കാം. അപ്പോൾ ആ ലെയർ ഒന്നും പോവാതെ തന്നെ നല്ലപോലെ തന്നെ നമുക്ക് ചുരുട്ടിയെടുക്കാൻ പറ്റും. നമുക്കിനി വേണമെങ്കിൽ കുറച്ചൊന്ന് വലിച്ച് എടുക്കുമ്പോൾ കുറച്ച് എണ്ണയും പൊടിയൊക്കെ ചേർത്തതിന് ശേഷം കുറച്ചും കൂടെ ഒന്ന് വലിച്ച് നീട്ടിയതിന് ശേഷം ചുരുട്ടിയെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ കട്ടി കുറഞ്ഞിരിക്കും. ഇത് മാവ് ഇങ്ങനെ കട്ടിയായിട്ട് തോന്നുന്നെങ്കിലും ചുടുമ്പോൾ നല്ല സോഫ്റ്റായിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല പൊറോട്ടയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇങ്ങനെ ചുരുട്ടിയെടുക്കാം. ഇങ്ങനെ അകത്തോട്ട് നമുക്ക് ആ അറ്റം അകത്ത് കയറ്റി വയ്ക്കുകയാണെങ്കിൽ നമ്മളിത് പരത്തുമ്പം കെട്ടഴിയാത്ത പോലെ തന്നെ ഇരിക്കും. അങ്ങനെ എല്ലാം ചെയ്തെടുക്കാം. ഇതൊരു 1/2 കിലോ മാവിൽ കുറച്ച് മാവ് മാത്രം നമുക്ക് ഇങ്ങനെ തൂക്കാൻ വേണ്ടി മാറ്റി വെച്ചതാണ്. ബാക്കി എല്ലാ മാവും ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 10 പൊറോട്ട നല്ലപോലെ വലിയ പൊറോട്ട തന്നെ കിട്ടിയിട്ടുണ്ട്.
ഇങ്ങനെ എല്ലാം ചുറ്റിയെടുക്കാം. ചുരുട്ടിയെടുക്കുന്ന സമയത്ത് കുറച്ചും കൂടെ ഒന്ന് ലൈറ്റായിട്ട് വലിച്ച് ഈ മാവും എണ്ണയും ചേർത്തിട്ട് ഇങ്ങനെ വലിച്ച് ചുറ്റുവാണെങ്കിൽ നമുക്കിത് പൊട്ടിപ്പോവാതെ തന്നെ ഇരിക്കും. മാവ് ചേർക്കുന്നത് ഇത് ലെയർ പോവാതിരിക്കാനും കൂടെയാണ്. മാവും എണ്ണയും ചേർക്കണം. ആദ്യം നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചതെങ്കിലും ഇനി നമ്മൾ നെയ്യും വെളിച്ചെണ്ണയും ഒരുമിച്ച് ചേർത്താണ് വെച്ചിരിക്കുന്നത്. നമ്മളങ്ങനെ എല്ലാം ചുരുട്ടിയെടുക്കാം. നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യുമ്പം നമുക്കതൊരു പ്രത്യേക ടേസ്റ്റാണ്. മൈദ നല്ലതായിരിക്കണം. ക്വാളിറ്റിയുള്ള ബ്രാൻഡഡ് മൈദ വാങ്ങണം. നമ്മളിവിടെ വാങ്ങിച്ചിരിക്കുന്നത് സുപ്രീമിൻ്റെ മൈദയാണ്. നല്ല മൈദയാണത്. നമ്മൾ കുറച്ചും കൂടെ ലൈറ്റായിട്ട് വലിച്ചിട്ട് അത് കെട്ടിയെടുക്കുവാണെങ്കിൽ നമുക്ക് പരത്തുമ്പോഴൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. കുറച്ചും കൂടെ ലെങ്തായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കൈ കൊണ്ട് പരത്തി എടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും. എണ്ണയായാലും ധാരാളം വെളിച്ചെണ്ണയും നെയ്യും ചേർത്ത് വേണം ഇത് നമ്മൾ പരത്തി ഇങ്ങനെ കുഴച്ചെടുക്കേണ്ടത്. അപ്പോഴായിരിക്കും നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റും ഉണ്ടാവുന്നത്. അങ്ങനെ എല്ലാം ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു അരമണിക്കൂർ ഒന്ന് കവർ ചെയ്ത് വയ്ക്കാം. ഇനി നമുക്ക് ബാക്കിയും കൂടെ ചുറ്റിയെടുത്തതിന് ശേഷം എല്ലാം ഒന്ന് കവർ ചെയ്ത് വയ്ക്കാം. പൊടിയും തൂകി നമ്മളിങ്ങനെ പരത്തിയെടുക്കുമ്പോൾ ആ ലെയറൊന്നും പോവാതെ തന്നെ ഇരിക്കും. അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഒന്ന് പരത്തിയെടുക്കാം. ചപ്പാത്തി കല്ല് അടുപ്പിൽ വെച്ച് നല്ല ചൂടായി കഴിയുമ്പോൾ നമ്മൾ സിമ്മിൽ വെച്ചിട്ട് നമുക്ക് പരത്തി ഇടാം. ഒരുപാട് പ്രസ് ചെയ്ത് അമർത്തേണ്ട ആവശ്യമില്ല. നല്ല സോഫ്റ്റായിട്ടാണ് മാവിരിക്കുന്നത്. നമുക്കിങ്ങനെ പരത്തി പെട്ടെന്ന് തന്നെ നമുക്കതെല്ലാം ചെയ്തെടുക്കാൻ പറ്റും. നമുക്കിവിടെ കുറച്ച് നെയ്യും വെളിച്ചെണ്ണയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. രണ്ടും കൂടെ മിക്സ് ചെയ്ത് അപ്പം നമുക്കത് നല്ലപോലെ ചേർത്ത് ഓരോന്നും ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഇതിൽ മുട്ടയൊന്നും ചേർത്തിട്ടില്ല. പച്ചവെള്ളത്തിലാണ് കുഴച്ചിരിക്കുന്നത്. ഉപ്പും സോഡാപ്പൊടിയും മാത്രം, കുറച്ച് പഞ്ചസാരയും. നമുക്കിത് ചുടുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റാണ്. മുട്ടയൊന്നും ചേർക്കാതെ തന്നെ. നല്ല ബ്രാൻഡഡ് മൈദ വാങ്ങാൻ ശ്രമിക്കണം. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് സുപ്രീമിൻ്റെയാണ്. നമുക്കിങ്ങനെ എല്ലാം ചുട്ടെടുക്കാം. നമ്മളെല്ലാം ചുട്ടെടുത്തതിന് ശേഷം ഒരു 3-4 ആകുമ്പോൾ തന്നെ വേണമെങ്കിൽ ഒന്ന് അടിച്ചു വയ്ക്കാം ചൂടോടെ. നമുക്കിതിന് 2 കറി തയ്യാറാക്കുന്നുണ്ട്. ഒന്ന് വെജിറ്റേറിയൻ വേണ്ടിയിട്ടുള്ളവർക്കും ഒരു കൊഞ്ച് റോസ്റ്റുമാണ് ചെയ്തിരിക്കുന്നത്. നോൺ വെജിൽ ഉണക്ക കൊഞ്ച് റോസ്റ്റ് ഭയങ്കര ടേസ്റ്റാണ്. ഈ പൊറോട്ടയോടെ കൊഞ്ച് റോസ്റ്റ് കഴിക്കാൻ. അത് നമുക്ക് മറ്റൊരു വീഡിയോ കാണിക്കാം. അങ്ങനെ നമ്മുടെ പൊറോട്ടയും കറികളും റെഡിയായിട്ടുണ്ട്. കറികളുടെ റെസിപ്പി വേറൊരു വീഡിയോ കാണിക്കാം. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.